യെസ്, അപ്പോൾ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ മത്സരാവേശത്തിന്റെ ആദ്യ ദിനമാണ്. ഇൻക്ലൂസീവ് വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ മത്സരമാണ് നടക്കുന്നത്. പലയിടങ്ങളിലായി 12 വേദികളിലുമായി ഇന്ന് മത്സരങ്ങളുണ്ട്. നമ്മൾ ഉള്ളത് ഇപ്പോൾ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലാണ്, തിരുവനന്തപുരത്ത്. അത്ലറ്റിക്സ് മത്സരങ്ങൾ നടക്കുകയാണ്. ഇവിടെ ലോങ് ജമ്പ് മത്സരം മിക്സഡ് വിഭാഗത്തിൽ, ഇൻക്ലൂസീവ് വിഭാഗത്തിൽ തന്നെ മിക്സഡ് വിഭാഗം അണ്ടർ 14 വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ലോങ് ജമ്പ് മത്സരം നടക്കുന്നത്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ ഒരു മത്സരത്തിന്. അത് നിതിൻ സേവർ എനിക്കൊപ്പം ചേർന്ന് പങ്കുവെക്കും. നിതിൻ, എങ്ങനെയാണ് ഇൻക്ലൂസീവ് കുട്ടികളുടെ ലോങ് ജമ്പ് മറ്റ് മത്സരങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ കണ്ടുവരുന്ന രീതിയിലുള്ള മത്സരങ്ങളല്ലല്ലോ? തീർച്ചയായും ഇത് കഴിഞ്ഞ വർഷം മുതലാണ് ഇൻക്ലൂസീവ് വിഭാഗം കുട്ടികൾക്ക് സവിശേഷ പരിഗണനയുള്ള കുട്ടികളെ കൂടി ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ അവർക്കും കൂടി മേളയുടെ ഭാഗമാകുക എന്നതാണ് ലക്ഷ്യം. അപ്പോൾ കഴിഞ്ഞ വർഷം നടത്തിയിരുന്ന മത്സരങ്ങളുണ്ട്, അതിന്റെ കൂടെ ചില മത്സരങ്ങൾ കൂടി കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് സ്റ്റാൻഡിംഗ് ജമ്പാണ്. അതായത് ഒരു ജില്ലയിലെ വിവിധ മത്സരാർത്ഥികൾ, വിവിധ കാറ്റഗറിയിൽപ്പെട്ട മത്സരാർത്ഥികൾ ജമ്പ് ചെയ്യുന്ന അതിന്റെ ഒരു ടോട്ടൽ പോയിന്റ് എടുത്താണ്. അപ്പം നമുക്കിങ്ങനെ പെട്ടെന്ന് അതിന്റെ ഒരു വിജയം നമുക്കറിയാൻ പറ്റില്ല. 14 ജില്ലകളും ചാടി എല്ലാ ജില്ലകളുടെയും മത്സരം കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഒരു ടീം പോലെയാണ്, മത്സരമാണ്. പിന്നെ വ്യക്തിഗതം ഇനം വരുന്നത് 100 മീറ്റർ മാത്രമാണ്. 100 മീറ്റർ ഓട്ടം, അതിലൊരു ഗൈഡ് റണ്ണർ ഒപ്പം ഉണ്ടാവും. ഒരു മത്സരം, അത് കാഴ്ച പരിമിതി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് 100 മീറ്റർ. അപ്പോൾ അതിന്റെ കൂടെ ഒരു ഗൈഡ് റണ്ണർ കൂടി ഉണ്ടാവും. അങ്ങനെയാണ് അവരുടെ പിന്നെ നടക്കുന്നത്. ഇപ്പോൾ ത്രോബോൾ, സ്റ്റാൻഡിംഗ് ത്രോബോൾ എന്നൊരു ഐറ്റം അതിവിടെ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റു വേദികളിലും ഫുട്ബോൾ നടക്കുന്നുണ്ട്. ക്രിക്കറ്റ് ഇത്തവണ ആദ്യമായാണ് ആൺകുട്ടികൾക്ക് വേണ്ടി ക്രിക്കറ്റ് ഉൾപ്പെടുത്തുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബോഷ എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം അത് പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇൻക്ലൂസീവ് വിവിധ വേദികൾ നടക്കുന്നുണ്ട്. മറ്റു മത്സരങ്ങളുടെ കാര്യം ഗെയിംസ് ഇന്ന് ആരംഭിക്കുകയാണ്. മത്സരവേദികളിൽ ഒരു മാറ്റം പറയുന്നുണ്ടായിരുന്നു. അതായത് ഈ കനത്ത മഴയൊക്കെ മൂലം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലുണ്ടായിരുന്ന ചില മത്സരങ്ങൾ അത് വെള്ളായണി കാർഷിക കോളേജ് ഗ്രൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇന്നലെ രാത്രിയാണ്, ഇന്നലെ വൈകിയാണ് അതിന്റെ അറിയിപ്പ് വന്നത്. അതിന്റെ ഒരു പ്രശ്നം, രാവിലെ ചെറിയ പ്രശ്നം അതിന്റെ മത്സരാർത്ഥികൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് അവിടെ നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകാനുള്ള വാഹന സൗകര്യം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് അവർ മാനേജ് ചെയ്യുന്നത് മനസ്സിലാകുന്നു. മറ്റ് ഗെയിംസ് ഐറ്റങ്ങൾ, ഇൻക്ലൂസീവ് അല്ലാതെ ഗെയിംസ് ഐറ്റങ്ങൾ, മറ്റ് മത്സരങ്ങളൊക്കെ തന്നെ രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. വിവിധ വേദികളിൽ 12 വേദികളിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. 12 വേദികളിൽ വിവിധ മത്സരമുണ്ട്. ഗെയിംസ് ഉണ്ട്, ഷൂട്ടിംഗ് ഉണ്ട്, അക്വാറ്റിക്സ് ഉണ്ട്, ബാസ്കറ്റ് ബോൾ ഉണ്ട്, ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, അങ്ങനെ ഒരുപാട് ഐറ്റം മത്സരങ്ങൾ. എല്ലാ മത്സരവേദികളും സജീവമാണ്. തീർച്ചയായും എല്ലാ മത്സരവേദികളും. മറ്റ് ടീമുകളുടെ കാര്യം, ടീമുകളൊക്കെ എത്തി തുടങ്ങിയല്ലോ? നാളത്തേക്ക് എത്തി തുടങ്ങി. നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഐഡിയൽ കടകശ്ശേരി കണ്ടിരുന്നു, അവരോട് നമ്മൾ സംസാരിച്ചപ്പോൾ ഐഡിയൽ കടകശ്ശേരി നിലവിലെ ചാമ്പ്യന്മാരാണ്. ഇത്തവണ അവർ പ്രധാനമായും വരുന്നത് ഈ ട്രാക്കിലൊരു പോരുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഐഡിയൽ കടകശ്ശേരിക്ക് വലിയ ഒരു എതിര് നൽകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ ഒരു മത്സരം അവർ നടത്തുന്നത് കോതമംഗലം മാർബേസിലുമായിട്ടാണ്. പക്ഷെ ഇത്തവണ മാർബേസിന്റെ കുത്തകയാണ് പോൾവാട്ടിൽ കൂടി ഇത്തവണ ഐഡിയൽ കടകശ്ശേരി കണ്ടിരുന്നു. ഞാൻ ആ റിപ്പോർട്ടിലേക്ക് വരാം. അതിന് മുൻപ്